ശരിക്കും സ്പിരിച്വലി ഉയർന്ന ആൾ എവിടെയാ താമസിക്കണത് ഒന്ന് പറയാമോ? ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ വെറുതെ കാലത്ത് എണീറ്റിരുന്നു, ആ സൂര്യനെ കണ്ടു, ഇന്ന് ചന്ദ്രൻ ഒരുക്കിട്ടെ, എന്നാ പിന്നെ ഇനി മതസൗഹാർദ്ദാവട്ടെ, സൺ മൂൺ സ്റ്റാർ അങ്ങനെയൊന്നും കൊണ്ടുവന്നതല്ല. അത് മാനവരാശി മോശമായ ഒരു ജീവജാലങ്ങൾക്ക് ഇവിടെ സമാധാനം ഉണ്ടാവില്ല. മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ ആ വ്യക്തി എലിവേറ്റഡ് ആവും. വാസ്തുവിന്റെ ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കുലം അല്ലെങ്കിൽ ആ വീട്, ആ മെഡിറ്റേഷൻ ചെയ്യുന്നവർക്കും എല്ലാവർക്കും അത് ഇതാവുന്ന ഓരോ കാലഘട്ടത്തിനും അനുസരിച്ച് എല്ലാ ശാസ്ത്രങ്ങളും അപ്ഡേറ്റ് ചെയ്യണം. യപ്പിൻ്റെ തദ് ബ്രഹ്മാണ്ടേ. അപ്പൊ നിങ്ങളെ സാധന ചെയ്ത് നിങ്ങൾ എലിവേറ്റഡ് ആകുമ്പോൾ നിങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ബ്രഹ്മാണ്ടം വരും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വീട് വരും, സ്ഥലങ്ങൾ വരും, കൂട്ടായ്മ വരും, ഒക്കെ വരും. നമസ്തേ. നമസ്തേ. ഞാൻ ജിതേന്ദ്രപാലാണ്. ഫസ്റ്റത്തെ ആചാര്യനാണ്. ഇപ്പൊ ഇത്രയും നേരം ഇവിടെ സംസാരിച്ചു നിഷാൻ സാറ്. എല്ലാവിധ ബഹുമാനത്തോടു കൂടി എനിക്ക് ചോദ്യം ചോദിക്കാനുള്ളത് തസ്മൈ ഗുരുജിയോടാണ്. കാരണം സ്പിരിച്വൽ മേഖലയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സ്പിരിച്വലായിട്ട് ഉയർന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം വാസ്തു എന്ന് പറയുന്നത് ഫിസിക്കൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് നമുക്ക് വാസ്തു ശരിക്ക് സ്പിരിച്വൽ മേഖലയ്ക്ക് ഉയർന്ന വ്യക്തിക്ക് ആവശ്യം ഉണ്ടോ? വണ്ടർഫുൾ. അങ്ങയോടാ ഞാൻ പറയുന്നതിനെക്കാട്ടി നല്ലതാ. ശരിക്കും സ്പിരിച്വലി ഉയർന്ന ആൾ എവിടെയാ താമസിക്കണത് ഒന്ന് പറയാമോ? സ്പിരിച്വലി ഉയർന്ന ആൾക്കാർ സാധാരണ ഗൃഹത്തിൽ താമസിക്കില്ല, ഒരു ആശ്രമത്തിലൊക്കെ ആയിരിക്കും. അതെ 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 അല്ലേ? തീർച്ചയായിട്ടും. ആശ്രമമൊക്കെ അതിൻ്റെതായ സിസ്റ്റമാറ്റിക് ആയ മെത്തേഡിലേ ഉണ്ടാക്കുള്ളൂ. ഇവിടെ ഒരു വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാവരുടെയും അടുക്കള പൊളിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാധ്യമല്ല. ഒറ്റ ദിവസം കൊണ്ട് അങ്ങ് പൊളിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ പറയാൻ എളുപ്പമാണ്. ഇതിനെല്ലാത്തിനും കുഴപ്പമില്ല. എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ SMS മെഡിറ്റേഷനിലേക്ക് എത്തിയത്. ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ വെറുതെ കാലത്ത് എണീറ്റിരുന്നു, ആ സൂര്യനെ കണ്ടു, ഇന്ന് ചന്ദ്രൻ ഒരുക്കിട്ടെ, എന്നാ പിന്നെ ഇനി മതസൗഹാർദ്ദാവട്ടെ, സൺ മൂൺ സ്റ്റാർ അങ്ങനെയൊന്നും കൊണ്ടുവന്നതല്ല. അത് ഈ അനുഭവമൊക്കെ നേടിയതിന് ശേഷം ഒരു 3.5 വർഷം ഇരുന്ന് റിസർച്ച് ചെയ്തു. ഒരു മേഖലയിലുള്ള ആൾക്കും ഇതുകൊണ്ട് ബുദ്ധിമുട്ട് വരരുത്. വാസ്തുശാസ്ത്രം എനിക്ക് പഠിച്ചിട്ട് അതും, ജ്യോതിശാസ്ത്രം പഠിച്ചിട്ട് അതും, പിന്നെ അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനത്തിന്റെ കൂടെ വേറെ എന്തൊക്കെയുണ്ടോ അതും, തത്വശാസ്ത്രം എല്ലാം പഠിച്ചിട്ടിരുന്ന് പറയല് പറ്റില്ല. ഇതിനെല്ലാത്തിനും സൊല്യൂഷനാണ് നമുക്ക് വേണ്ടത്. പ്രോബ്ലം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ അവരവിടെ നിന്ന് ഒരു ചോദ്യം വന്നു, ഇദ്ദേഹം കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നു. ഇതിന്റെ മുകളിൽ നമുക്ക് ടോപ്പിങ്സ് പോലെ എന്ത് വേണമെങ്കിലും പറയാം. ഇതിങ്ങനെ ചെയ്താൽ അങ്ങനെ കിട്ടും, ഇങ്ങനെ ചെയ്താൽ. തലയിൽ തീ കോരിയിട്ട് ആർക്കെങ്കിലും മനസ്സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുമോ? അവിടെ വെള്ളം ഒഴിച്ചാൽ ആ സുഖം ഉണ്ടാവണത്. അത് ഏതൊരാൾക്കും അറിയാം. പക്ഷെ എന്താണ് ഇങ്ങനെ? അപ്പൊ അതിന് നമ്മൾ ഓരോരോ ന്യായങ്ങൾ ഓരോ സമയത്ത് കണ്ടെത്തുകയാണ്. ഈ ന്യായങ്ങൾ ഒരിക്കലും പ്രാപഞ്ചിക നിയമത്തിൽ പെട്ടതല്ല, അത് മനുഷ്യനുണ്ടാക്കണതാണ്. അത് ഏതെങ്കിലും ഗുരു എഴുതി വെച്ചാൽ, ഇപ്പൊ ചരക ശുശ്രുത ഗുരുക്കന്മാരോ അല്ലെങ്കിൽ വാസ്തുശാസ്ത്രത്തിന്റെ ഗുരുക്കന്മാരൊക്കെ എഴുതി വെച്ചതാണെങ്കിൽ നമുക്കത് ശ്രദ്ധിക്കണം. ഇതെന്താ അങ്ങനെ ഗുരു പറഞ്ഞതെന്ന് നമുക്കങ്ങനെ ചിന്തിക്കേണ്ടി പോലും വരില്ല. ഒരു ബ്രഹ്മജ്ഞാനം കിട്ടുന്ന ഒരാൾക്ക് ഒന്നും ചിന്തിക്കേണ്ടി വരില്ല. കാരണം അവനെ നിയന്ത്രിക്കുന്നത് പോലും യൂണിവേഴ്സാണ്. ഞാനിവിടെ ഇരുന്ന് ഒന്നും പറയണില്ല. ഞാൻ നിങ്ങളുടെ ഓരോ ചോദ്യം കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുക, എനിക്കൊരു ചോദ്യം കിട്ടിയില്ലോ എന്ന്. അല്ലാണ്ട് ഉത്തരം പറയാൻ അവസരം ഉണ്ടല്ലോ എന്നല്ല. ഞാൻ പറയുമ്പോൾ ഞാനാണ് ആദ്യം അതിന്റെ ശ്രോതാവ്. അപ്പൊ എനിക്ക് വാസ്തുശാസ്ത്രം ബാധകമാണെന്ന് വെച്ചാൽ ഞാനൊരു കഥം ഒരു കാലെടുത്ത് വയ്ക്കുന്നതിന് മുൻപേ അതിന്റെ എല്ലാ വശവും ചിന്തിച്ചിട്ടാ വയ്ക്കുള്ളൂ. അപ്പൊ ഞാനത് ബാധകമാണെന്ന് പറയുന്നത് പ്രശ്നം വരുമ്പോൾ നമ്മൾ പരിഹാരം അന്വേഷിക്കുമ്പോഴാണ് അത് ബാധകമാവണത്. പ്രശ്നം വരാതെ സൂക്ഷിക്കുന്നവന് പിന്നെ അത് ബാധകമാണോ? അല്ല. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന എല്ലാവരും നിങ്ങൾ എലിവേറ്റ് ചെയ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് ഈ വാസ്തുശാസ്ത്രം ബാധകമല്ല എന്നുള്ളത് ഞാൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. കാരണം നിങ്ങളുടെ എത്ര വീട്ടിലെ വാസ്തുവിന് പ്രോബ്ലം ഉണ്ടോ അതേപോലുള്ള അനേകം ആളുകൾ വന്നിട്ടുണ്ട്, ഈ മൂല പൊളിക്കണം, അത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞത്. ഇതിന് പരിഹാരം നമ്മളാണ് അതിൻ്റെ ഉള്ളിൽ താമസിക്കുന്നത്. പ്രശ്നം നമ്മളെയാണ് ബാധിക്കുന്നത്. നമ്മൾ എലിവേറ്റ് ചെയ്യപ്പെട്ട പിന്നെ നമ്മളെ ബാധിക്കുമോ? ഒരു ഉദാഹരണം വിചാരിച്ചു, നിങ്ങളുടെ വീടിന്റെ വാസ്തുവും നിങ്ങളുടെ ജാതകവും ഒന്നും കൊള്ളൂല. നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾ ഇപ്പൊ മരണപ്പെടേണ്ട ആളാണ്. നിങ്ങൾ ഒരു ഗുരുവിന്റെ കൂടെ ഇവിടെ ഇരിക്കുക. നിങ്ങളുടെ വീടിന്റെ അവിടെ എർക്യൂക്ക് സംഭവിച്ചാൽ നിങ്ങൾക്ക് വല്ലതും സംഭവിക്കുമോ? അപ്പോൾ ഒരു ഗുരു തത്വത്തിൽ നിങ്ങൾ എത്തിപ്പെട്ടപ്പോൾ അവിടെ നടന്നതിന് നിങ്ങൾക്ക് ബാധകമല്ല. അപ്പൊ നിങ്ങളെ ഇപ്പൊ കൊണ്ടു നടക്കുന്നത് ഒരു ഗുരു തത്വമാണ്. ഇവിടെ ഒരു വ്യക്തിയല്ല. ഞാൻ എല്ലാവരുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന മുഖ്യമന്ത്രി അല്ലെങ്കിൽ വേറെ ഒന്നല്ല. ഈ വിദ്യ പഠിച്ചിട്ടുള്ള ഒരു ഗുരുവാണ്. എനിക്കറിയാം ഇതിങ്ങനെ പോയാൽ എന്താ സംഭവിക്കണമെന്നുള്ളത്.
ഇതെങ്ങനെയാണ് സംഭവിക്കാതിരിക്കുന്നത്? എനിക്കിതെല്ലാം മായയാണെന്നും അറിയാം, എന്നാൽ ഇത് സത്യമാണെന്നും അറിയാം. ഞാൻ മായയുടെ സങ്കല്പ ലോകത്തിലേക്ക്, ഈ മായ ലോകത്തിന്റെ സങ്കല്പത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടാണ് നിങ്ങളോട് പറയുന്നത് ഇതൊന്നും റിയാലിറ്റി അല്ല. ആ ലോകത്തെ നിങ്ങൾ ഇരുത്തിക്കൊണ്ടാണ് നിങ്ങളോട് പറയണത് ഇതൊന്നും നിങ്ങളെ ബാധിക്കില്ല എന്ന്. അപ്പൊ നിങ്ങൾ അത് ബോധ്യപ്പെട്ടിട്ട് തിരിച്ച് നിങ്ങൾ ഇതേ ലോകത്ത് വന്നിരുന്നാലും നിങ്ങൾക്കത് ബാധിക്കില്ല. ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ വാസ്തു എന്ന് പറയുന്നത് ആരോടും നോക്കണ്ട എന്ന് പറയില്ല, നോക്കണം. ജാതകം എല്ലാവരും നോക്കണം. എന്തെല്ലാം ശാസ്ത്രം നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ പറയേണ്ട ഒന്നും ചുമ്മാ പറഞ്ഞിട്ടുള്ളതല്ല. അതെല്ലാം മാനവരാശിയുടെ ഉന്നമനത്തിനാണ്. ആ മാനവരാശി നന്നാവുമ്പോൾ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങൾക്കും സമാധാനമായിട്ട് ജീവിക്കാം. മാനവരാശി മോശമായ ഒരു ജീവജാലങ്ങൾക്കും ഇവിടെ സമാധാനം ഉണ്ടാവില്ല. ഇതത്രേ ഉള്ളൂ ഇതിന്റെ അടിസ്ഥാനം. മനസ്സിലായി കാണുന്നു, വിശ്വസിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ചോദിച്ചോ. പ്രശാന്ത് ജി, തോപ്പിൽ ജി ഇപ്പൊ പറഞ്ഞ ഈ ഒരു വാസ്തുവിന്റെ ഒരു യൂണിവേഴ്സൽ ലോ ഉണ്ടല്ലോ, അപ്പൊ അതായത് കേരള ശാസ്ത്ര പ്രകാരം എല്ലാ പേരും ഫോളോ ചെയ്യുന്ന ഒറ്റ സിസ്റ്റമാണ്. ഇപ്പൊ ജ്യോതിശാസ്ത്രമാണെന്നുണ്ടെങ്കിൽ ഇപ്പോ അദ്ദേഹം പറഞ്ഞത് എന്റെ പേര് ജിഷ്ണാജി, രണ്ടുപേരുടെയും ഈ പോയിന്റ് കറക്റ്റ് ആണ്. ഇപ്പൊ ഗുരുജി പറഞ്ഞു അത് വളരെ കറക്റ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ കേരളത്തിനകത്ത് വർഷങ്ങൾ മുൻപ് എല്ലാവരും ഫോളോ ചെയ്ത് പോയിട്ടിരുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഇപ്പൊ ജ്യോതിഷമാണെങ്കിൽ പല കാൽക്കുലേഷൻസ് ഉണ്ടാകാം, പല ടെറിട്ടറിയിലും ഫോക്കസ് ചെയ്യുന്ന ഈ പറയുന്ന ലഹരി രാമൻ പലതുണ്ടാവും. പക്ഷെ വാസ്തുശാസ്ത്രത്തില് ഒറ്റ കാൽക്കുലേഷൻ പ്രകാരമാണ്, വാസ്തു പുരുഷന്റെ സങ്കല്പ പ്രകാരമാണ് പോകുന്നത് അല്ലെ? അപ്പൊ ഈ പറയുന്ന സംഭവം എത്ര പേര് ഇവിടെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് ഇരിക്കട്ടെ, പക്ഷെ ഇതിന് എന്തെങ്കിലും ഡോക്യുമെന്റേഷനോ എന്തെങ്കിലും ഓതന്റിസിറ്റിയോ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട്. ഇത് ഗ്രന്ഥത്തിലുപരി ഇപ്പം ഗുരുജി പറഞ്ഞ മാതിരി നമ്മൾ അതിന്റെ ഒരു എനർജീനെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോ മനുഷ്യാലയ ചന്ദ്രിക എഴുതിയത് മൂസത്ത് അത് എഴുതുന്നത് ആ കാലഘട്ടത്തിനനുസരിച്ചിട്ടാണ്. അപ്പൊ ആ കാലഘട്ടത്തില് ഫ്യൂഡൽ സിസ്റ്റം ആയിരുന്നു കേരളത്തില്. അപ്പൊ അതുകൊണ്ട് ഒരു വിഭാഗത്തിന് അനുകൂലമായിട്ടും വേറെ ഒരു വിഭാഗത്തിന് പ്രതികൂലമായിട്ടും വരുന്ന തരത്തിലാണ്. ഇതിന്റെ ഇടയ്ക്ക് ഞാനൊരു ഇത് പറയാണ്, ഒരു മനസ്സിലാൻ വേണ്ടിയിട്ട് പറയാണ്. അതായത് ഈ അടുക്കളയുടെ സ്ഥാനം പറഞ്ഞത്, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ നാട്ടിൽ എന്താണോ നടപ്പ് അതിന് ഒറ്റയടിക്ക് ഇതൊന്നും ആകണ്ട. പിന്നെ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ ആ വ്യക്തി എലിവേറ്റഡ് ആവും. വാസ്തുവിന്റെ ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കുലം അല്ലെങ്കിൽ ആ വീട്, ആ മെഡിറ്റേഷൻ ചെയ്യുന്നവർക്കും എല്ലാവർക്കും അത് ഇതാവുന്ന. അപ്പൊ ഈ കാലഘട്ടത്തിലുള്ളത് എടുക്കുമ്പോൾ വടക്ക് കിഴക്ക് അടുക്കള വരിക എന്നുള്ളത്, അതിലുപരി നമ്മൾ കണക്കാക്കേണ്ട വടക്ക് കിഴക്ക് കിണർ വരുന്നതാണ്. അപ്പോഴാണ് തല എന്ന് പറയുന്നത് വടക്ക് കിഴക്കാണ് വരുന്നത്. വാസ്തുപുരുഷന്റെ തല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ യഥാർത്ഥത്തിൽ കുളിർമ വരണോ, അവിടെ വെള്ളം വരണം, ജലം വരണം. അതുകൊണ്ടാണ് മീനൻ രാശിയിൽ നമ്മളിവിടെ കിണർ ഒഴിക്കുന്നത്. പിന്നെ അത് വന്നപ്പോ അതിന്റെ സൗകര്യത്തിന് എന്തായി, അടുക്കള അവിടെയായി. അതുകൊണ്ടാണ് പണ്ടുള്ള ഇല്ലങ്ങളിലൊക്കെ ഈ അഞ്ചാംപുര എന്ന് പറഞ്ഞ വേറെ തന്നെ അടുക്കള സെറ്റ് ചെയ്തത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ആ ചതുരം കറക്റ്റ് ആയിരിക്കും. അപ്പൊ തലക്കാ തണുപ്പും വരും. അപ്പൊ കാലഘട്ടം മാറിയപ്പോ എന്താ, ഓരോ ദേശം കാലം കർമ്മം ഇതിനനുസരിച്ച് എല്ലാ നോളജിന്റെയും ആപ്ലിക്കേഷൻ മാറും. ദേശം കാലം കർമ്മം അതിനനുസരിച്ച് ഇപ്പം പോലീസുകാരന്റെ നിയമം ആയിരിക്കില്ല നമ്പൂതിരിക്ക്, കാരണം അവരുടെ കർമ്മത്തിനനുസരിച്ച് മാറും. തമിഴ്നാട്ടുകാരൻ മനയടി ശാസ്ത്രം ഉപയോഗിക്കുമ്പോൾ നമ്മളിവിടെ തച്ചു ശാസ്ത്രം ഉപയോഗിക്കുന്നത്. അതേ സമയത്ത് ചൈനക്കാരനാണ് ഫെങ്ഷുയി ഉപയോഗിക്കുക. ഇതൊക്കെ ഓരോ ദേശത്തിനനുസരിച്ച് മാറുകയാണ്. പിന്നെ കാലത്തിനനുസരിച്ച് ശാസ്ത്രങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അതാണ് സമൂഹത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഓരോ കാലഘട്ടത്തിനും അനുസരിച്ച് എല്ലാ ശാസ്ത്രങ്ങളും അപ്ഡേറ്റ് ചെയ്യണം. നിർഭാഗ്യവശാൽ പിന്നീട് അങ്ങനെയുള്ള ആളുകളും ആ ഒരു ഇതിൽ വരുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഞാനിതിനൊരു ചലഞ്ച് ചെയ്യുന്നില്ല കേട്ടോ, ഞാൻ പറയാണത്. അപ്പൊ നമ്മൾക്ക് ഈ കാലഘട്ടത്തിൽ ഒന്നാമത്തത് ഞാനാണ്. ഞാൻ എന്ന വ്യക്തി, ഞാൻ ഈ ഭൂമിയിൽ വന്നു. എന്തിനു വന്നു? എനിക്ക് മോക്ഷത്തിനായിട്ട്. മോക്ഷം മീൻസ് മോഹക്ഷയം. അപ്പൊ അതിന് എൻ്റെതായിട്ടുള്ള ഊർജം എലിവേറ്റ് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ്. പിന്നെ തുടർന്ന് വരുന്നതാണ് എൻ്റെ കിടപ്പുമുറി, എൻ്റെ വീട്, വീട്ടിലെ ആളുകൾ. അപ്പൊ ആ വീട്ടിനൊരു സിസ്റ്റം ഉണ്ട്. നേരത്തെ ഇദ്ദേഹം പറഞ്ഞ മാതിരി എവിടെയും പോയിട്ട് തീ വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം ആണ്. പക്ഷേ കാലാകാലങ്ങളായിട്ട് നമ്മളെ ഇവിടെ ആചരിച്ചു വരുന്ന സിസ്റ്റം അതാണ്. അപ്പൊ ഒരു ദിവസം കൊണ്ട് അത് പൊളിക്കാനോ തറയ്ക്കാനോ ഒന്നും പോകരുത്. പകരം എന്താണ്, നമ്മളിനി പുതിയ വീട് വെക്കുമ്പോൾ അങ്ങനെയാക്കാം.
അതുപോലെ തന്നെ നമ്മൾ പേഴ്സണലിയുള്ള മെഡിറ്റേഷനൊക്കെ കൂട്ടുക, പിന്നെ വ്യക്തിപരമായിട്ടുള്ള ആകുക. അങ്ങനെയുള്ള ഊർജ്ജം എലിവേറ്റഡ് ആകുമ്പോൾ എന്താവും? വാസ്തുവിൻ്റെ ഊർജം നമ്മളെ സ്വാധീനിക്കുന്നത് സാധന ചെയ്യുന്ന ആളുകളെ ആ എഫക്റ്റ് ഒന്ന് കുറയും. ക്ലിയർ? സാധന ചെയ്യാന്നുള്ളതാണ്. ആ സാധന ചെയ്യുമ്പോഴാണ് നമ്മൾ ഊർജ്ജം എലിവേറ്റഡ് ആകുക. അപ്പൊ വാസ്തുവിന്റെ ഊർജ്ജം രണ്ടാമതാവും. പക്ഷെ വീട്ടിൽ ബാക്കിയുള്ള ആളുകളും ഉണ്ട്, അപ്പൊ എല്ലാവരും അത് സ്വാധീനിക്കും. ഇനി നിങ്ങൾ സാധന ചെയ്യാൻ തുടങ്ങിയോ, നിങ്ങളുടെ ഊർജ്ജം എലിവേറ്റഡ് ആവും. അപ്പൊ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ഒരു ബ്രഹ്മാണ്ടം സൃഷ്ടിക്കപ്പെടും. യത് പിണ്ടേ തത് ബ്രഹ്മാണ്ടേ. അപ്പൊ നിങ്ങളെ സാധന ചെയ്ത് നിങ്ങൾ എലിവേറ്റഡ് ആകുമ്പോൾ നിങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ബ്രഹ്മാണ്ടം വരും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വീട് വരും, സ്ഥലങ്ങൾ വരും, കൂട്ടായ്മ വരും, ഒക്കെ വരും. ഓക്കെ, ഇതിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. ഇത് എത്രത്തോളം പ്യുവർ ആണോ അതിനനുസരിച്ചിട്ട് എല്ലാം നമുക്ക് വേണ്ടത് ഒരു ഒരുങ്ങും അത്.